ഇന്ന് നമ്മൾ നല്ല നാടൻ രണ്ട് ബജിയാണ് റെഡിയാക്കുന്നത്. 4 മണി ചായയുടെ കൂടെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള നാടൻ ടേസ്റ്റിലുള്ള കപ്പ കായ ബജിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കപ്പ വെച്ചിട്ടുള്ള ബജി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള കപ്പ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും വലിപ്പമുള്ള ഈ ഒരു കപ്പ വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബജി ഉണ്ടാക്കാനായിട്ട് പറ്റും. കാരണം ജസ്റ്റ് സ്ലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. സ്ലൈസറിൽ എങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെയാണിത് മുറിച്ചെടുക്കേണ്ടത്. നമ്മൾ കിഴങ്ങൊക്കെ സ്ലൈസ് ചെയ്ത് കൊടുക്കില്ല പൊട്ടറ്റോ ചിപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഈ ഒരു കനത്തിൽ മതി. ഒരുപാട് കനം കൂടി പോകരുത്. അങ്ങനെ സമയത്ത് കാരണം ബജി ഫ്രൈ ആവുമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഫ്രൈ ആവുകയും ചെയ്യും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേവാത്തൊരു പ്രശ്നം വരും. അപ്പോൾ ഈ ഒരു കനത്തിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതാണ് നല്ല ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചി, 1 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ഇത്തിരി കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. ഇത് ഒന്ന് അരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ 1 ടേബിൾ സ്പൂണാണ് ഉണ്ടാവുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർക്കുന്ന സമയത്ത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചതുകൂടെ ചേർക്കുന്നുണ്ട്, ചില്ലി ഫ്ലേക്സ്. ശരിക്കും ഇതുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല, അതിന് പകരമായിട്ട് മുളക് ചതച്ചതാണ് എടുക്കുന്നത്. അപ്പോൾ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് പച്ചവെള്ളം ചേർത്തിട്ട് നമ്മൾ സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കില്ല, ആ ഒരു രീതിയിലാക്കി എടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എല്ലാം കൂടെ ഒന്നിച്ച് ഒഴിക്കേണ്ട, മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു രീതി, അതായത് ആ ഒരു കപ്പൊക്കെ ഒന്ന് മുക്കി ഫ്രൈ ചെയ്യാനുള്ളൊരു പാകം ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/4 to 1 കപ്പ് കേട്ടോ. 1 കപ്പ് വേണ്ടി വരില്ല, 1/4 കപ്പ് തന്നെ മതി. അപ്പോൾ നോക്കുക, എന്നിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. അതായത് ഇതിൽ ജസ്റ്റ് ഒരു കപ്പ് ഇങ്ങനെ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. ലാസ്റ്റ് ഇതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില വളരെ ചെറുതായതുകൂടെ മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇത് ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊന്നുമില്ല, ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ. 1 നുള്ള് അല്ലെങ്കിൽ 2 നുള്ള്, ഇത് നിർബന്ധമല്ല, പക്ഷേ കറക്റ്റ് ആ ഒരു ബജീൻ്റെ ആ ഒരു രീതി കറക്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ബജി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ആ റെഡിയാക്കിയിട്ടുള്ള കപ്പയുടെ പീസ് ഈ ബാറ്ററിലൊന്ന് മുക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇതിന് നല്ല ചൂടുണ്ടാവണം കേട്ടോ, എന്നാലാണ് കറക്റ്റ് പൊങ്ങി വരുള്ളൂ. എന്നിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതുപോലെ പൊങ്ങി ഫ്രൈ ആയി കിട്ടും. ഫുൾ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, കാരണം ചിലപ്പോൾ കപ്പ ഒന്നങ്ങുള്ളിൽ റെഡി ആവണമല്ലോ, ഒരു അത്യാവശ്യം കുക്കായി കിട്ടണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക. 2 ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മൾ എടുക്കുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് ഇതിലുള്ള കൂടുതൽ എണ്ണയൊക്കെ അങ്ങ് പോയി കിട്ടിക്കോളും. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാവിന് ഒരുപാട് കട്ടിയായി പോകരുത് കേട്ടോ, ഈ ഒരു രീതിയിൽ മതി. അപ്പോൾ ഈ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ള കടലമാവിൻ്റെ സെയിം മാവിൽ തന്നെ ഇതുപോലത്തെ ബജിക്ക് വേണ്ടിയിട്ടുള്ള കായ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് നല്ല കായ ബജി റെഡിയാക്കാം കേട്ടോ. സെയിം, വേറെ ഒന്നുമില്ല, ഇതങ്ങ് റെഡിയാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാണ്. ആദ്യം ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് കട്ടിയായി പോകരുത്, ഭയങ്കര കനം കുറഞ്ഞിട്ടല്ല, എന്നാൽ നല്ല കനം കൂടാനും പാടില്ല കേട്ടോ. ഭയങ്കര കട്ടിയായി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രൈ ആയി വരുന്ന സമയത്ത് വാഴയ്ക്ക വേവാത്തൊരു പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ കനം കുറച്ചിട്ട് മുറിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ. കായ ബജി അതുപോലെ തന്നെ കപ്പ ബജി ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രണ്ടിനും സെയിം ബാറ്റർ മതി, അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പുള്ള ബജി വേണം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 2 ബജിയും ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 2 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇത് നമ്മൾ മുക്കിയെടുക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് മാവ് അതിലുണ്ടാവാനായിട്ട് പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം ഭയങ്കര പൊള്ളച്ചിരിക്കുകയും ചെയ്യും, ഉള്ളിലേക്ക് ആ മാവ് മാത്രമായി പോകും. അങ്ങനെ ആയിപ്പോകരുത്. ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിലിന് നല്ല ചൂടുണ്ടാവണം എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
രണ്ട് ഭാഗവും കറക്റ്റ് ഫ്രൈ ആവുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ശരിക്കും നല്ല ചൂടോടുകൂടെ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജി തന്നെയാണ് കേട്ടോ ഇതും. ഇതൊക്കെ നമ്മൾ എപ്പോഴും നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ കടലമാവിലൊക്കെ ഫ്രൈ ചെയ്യുന്ന പ്രത്യേകിച്ച് തണുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ചമ്മന്തിയുടെ കൂടെ അതല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് വേണ്ടവർക്കാണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കട്ടൻ കാപ്പിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ കായ ബജി അതല്ലാന്നുണ്ടെങ്കിൽ കപ്പ ബജി ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. എന്നാലും ഈ ഒരു ടേസ്റ്റിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്